അപ്പോൾ രാവിലെ തന്നെ കാഞ്ഞങ്ങാട് പോവാണ്, കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇവരും കൂടി എൻ്റെ കൂടെയുണ്ട്. ഞാൻ ആദ്യം തന്നെ ബാങ്കിലേക്ക് പോയി ലോൺ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അവർ കുറച്ച് ചെരുപ്പെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ ആ നൈസിൽ ഞാനൊരു ചെരുപ്പൊക്കെ നോക്കി, പക്ഷേ എന്തുകൊണ്ടോ ഞാൻ എടുത്തില്ല. ഒരു സ്ഥിരം കയറാനുള്ള ഫാമിലി ബസാറിലേക്ക് പോയി. ഞാൻ ആടുന്ന ചെരുപ്പ് പണിക്കാന്ന് വിചാരിച്ചു, പക്ഷേ ആടെ എനിക്ക് സെലക്ഷൻ ഒന്നും കിട്ടി. എൻ്റെ കണ്ണ് നേരെ പോയത് ഈ തൂക്കിയിട്ടിരിക്കുന്ന ടോപ്പിലേക്കാണ്. പിന്നെ ഞാൻ ടോപ്പ് അങ്ങ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ നേരെ മീമാക്കയിലേക്ക് പോയി. അപ്പോൾ ആടെ വലിയൊരു മീനൊക്കെ ഉണ്ട്. ഒന്നും മീനൊന്നും മനസ്സിലായിട്ട് വലിയ കൊമ്പലുണ്ടായിനി. പിന്നെ കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും വാങ്ങി നമ്മൾ മടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ വെറുതെ വാലേക്ക് പോയതാണ്. അങ്ങനെ എത്തി ചോറും വെച്ച് നേരെ വിട്ടു. പിന്നെയും ഇനി നേരെ പോകുന്നത് നാട്ടിലേക്കാണ്. നാട്ടിലേക്ക് പോകുമ്പോൾ ബേക്കറി ആകുമ്പോൾ എനിക്ക് ലഡു കൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനൊരു ലഡു വാങ്ങി കഴിച്ചു. നാട്ടിലെത്തിയപ്പോൾ പിള്ളേരിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എളുപ്പം പറഞ്ഞു ബാ നമുക്ക് ചുള്ളിപ്പാറ പോകാമെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് വ്യൂസൊക്കെ കണ്ടിട്ട് വരാം. ഇതേ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചാണ്, എന്നാലും വാ നമുക്ക് ഒന്നുകൂടി കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ കയറി പാറയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല വലിയൊരു കുളം ഉണ്ടായിനി. ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തിമാർ. ഇതാണ് കാരാപ്പയം. പരിക്കാരെ നമ്മൾ കൊട്ടയിലെടുത്തിട്ട് പോയത്, പക്ഷെ കഴിച്ചു പോകുമ്പോൾ ആയിരിക്കും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പിന്നെ ഒഴിവാക്കി. ഈ ഒരു കുന്നിൻ്റെ ടോപ്പിലായിട്ടാണ് സനാതന കോളേജ് പറഞ്ഞ കോളേജ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു വ്യൂസ് എല്ലാം എടുത്താൽ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കോളേജിൻ്റെ ഉള്ളിൽ കയറി നോക്കി. അപ്പോൾ 2 ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് മടങ്ങി. അവിടെ എക്സാം നടക്കുമായിരുന്നു. ശരിക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇങ്ങനെ ലഡുവാണെന്ന് തന്നെ എനിക്കൊന്ന് 2 ലഡു കിട്ടി. പിന്നെ ഇവരൊക്കെ കൂടി എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു അവിടെ ഫോൺ കൊടുത്ത്. ഇതൊക്കെയാണ് എൻ്റെ കസിൻസുകളായാലും 1-2 കുറവുണ്ട്. പിന്നെ എല്ലാവരും കൂടി വീട് വെച്ചു. ഇതൊക്കെയാണ് വീട് വെക്കുന്ന കാഴ്ചകൾ കേട്ടോ. ഇങ്ങനെ ഓരോരാളും നമ്മൾ വിളമ്പും. പിന്നെ എല്ലാവരും വട്ടം കൂടിയിട്ട് ആരോ വീട്ടിന് പ്ലാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ വെള്ളിച്ച മരിച്ച ആണ്ട് ഇങ്ങനെ കഴിയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒരു ഫോട്ടോസൊക്കെ എടുത്തു. ഇനി എപ്പോഴാണ് ഒന്നിച്ച് കാണാമെന്നൊന്നും അറിയില്ല. വീട്ടിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചുണ്ടാകുന്നത് ഈ ആണ്ടിന് മാത്രമാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ആണ്ടും അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.